അപ്പൊ പലഹാരത്തിന്റെ പണിയാന്ന്. അതെ, അതുകൊണ്ട് ഇന്ന് പണിക്കൊന്നും പോയിട്ടാ, വീട്ടിൽ തന്നെ ഉണ്ട് അമ്മ ഇന്ന്. ഇന്ന് ഉണ്ണിയപ്പത്തിന് നല്ല ഓർഡർ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ഇതാ എല്ലാം ചുട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 100-300 ഉണ്ണിയപ്പം കൊടുക്കാനുണ്ട്. എന്താ കുറേ ഇടിയുണ്ട് കേട്ടാ. ബാക്കി ലേശം പത്തല് വെക്കണം. അതെ, ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടായില്ലേ. തണിഞ്ഞതിന് ശേഷം എല്ലാം പാക്ക് ചെയ്യാൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പത്തലെല്ലാം 30 കൊടുക്കാനില്ല. ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ് ആദ്യമായിട്ടാണ് പത്തല് നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തേക്കുന്നത് കേട്ടാ. അവർ പറഞ്ഞു ഒരു വെറൈറ്റിക്ക് നമുക്ക് പത്തല് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. ഉണ്ണിയപ്പം ഗൾഫിലേക്ക് തന്നെയാണ്. അതുപോലെ പത്തല് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തിരുന്നു. പിന്നെ അവരിങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഒരു ദിവസം നിൽക്കും, 1-2 ദിവസം നിൽക്കുമല്ലോ അമ്മ പത്തല്. സോഫ്റ്റ് ആവും. കറിയെല്ലാം കൂട്ടി നല്ല രസമല്ലേ. കൊണ്ടുപോയാൽ അവരെല്ലാരും കൂടെ അപ്പോൾ നമ്മ കഴിഞ്ഞ ദിവസം മഞ്ഞൾ കളിച്ചിട്ടുണ്ടായിനി, നമ്മ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. രാവിലെ വെച്ചിരുന്നു തോന്നണമേ. രാവിലെ 7 അടുപ്പത്ത് വെച്ചാണ്. ഇപ്പൊ 12 മണിയായി. 4.5 മണിക്കൂറായി പുഴുങ്ങാൻ വേണ്ടിട്ട്. അത് വാങ്ങിയിട്ട് ഇനിയിപ്പം കുറച്ചുകൂടെ വെക്കാനുണ്ട്. അതിൽ പിടിച്ചിട്ട് അപ്പൊ അതും കൂടെ അടുപ്പത്ത് വെക്കണം. പിന്നെ ചോറും വെന്ത് കാരപ്പം അടുപ്പത്ത് തന്നെ അരി തീമിട്ട് ചോറ് വന്നു. ഇനിയിപ്പോൾ അത് വാർക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്യാസിൽ വെക്കുന്ന നമ്മൾ ചട്ടിയിൽ അടി പൊട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാ നമ്മളെ മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത്ര പോലെ വെച്ചിനെ വേകുമ്പോഴത്തേനും കുറഞ്ഞു അല്ലേ. താന്ന് പോയി. പിന്നെ വെള്ളവും ഉണ്ടാവുമല്ല, വെള്ളം വെക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വന്നില്ലേ. അത്യാവശ്യം വലിയ കലാന്ന് കേട്ടാ. അപ്പോൾ അതിൽ 2 വട്ടം പുഴുങ്ങേണ്ടി വരും. ഒരിക്കലാണ് ഇപ്പൊ പുഴുങ്ങിയത്. ഇനി കുറച്ചും കൂടി പുഴുങ്ങാൻ വേണ്ടിട്ട് ബാക്കിയുണ്ട്. എത്ര ഇടാ. ഇതിന്റെ മഞ്ഞളുടെ വെള്ളവും നമുക്ക് എടുത്തു വെക്കണം. നമ്മ നട്ടിക്കെല്ലാം ഈ പ്രാണിയെല്ലാം കൂത്തുന്നതിനെല്ലാം അരക്കെല്ലാം വരുന്നതിന് ഇത് ഒഴിച്ചാൽ ദ്രുതപാഠത്തിനെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കഴിഞ്ഞ പോലെ നമ്മ വഴുതനങ്ങ നട്ട സമയത്ത് അങ്ങനെ ഉണ്ടായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടേ. അപ്പോൾ ഇനി വെള്ളം ഇനി എടുത്തു വെക്കണം. അപ്പോൾ മഞ്ഞൾ പുഴുങ്ങിയ വെള്ളം ആരും കളയണ്ട കേട്ടാ. വീർക്കെടുക്കട്ടെ. അപ്പോൾ ഒരു സെറ്റും കൂടി പുഴുങ്ങാൻ വേണ്ടിയിട്ടില്ല മഞ്ഞൾ ഇവിടെ ബാക്കിയുണ്ട് അത്രേ. ഇനി അത് എടുത്ത് വന്നിട്ട് വാങ്ങിയതിന് ശേഷം വേണം ഇനി ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അതവിടെ കഴുകി അടുപ്പത്ത് വെച്ചാൽ നമ്മ ഇനി മെനക്കെടൊന്നും വേണ്ട. അതിന് നല്ലൊരു വലിയൊരു കുട്ട അടുപ്പത്ത് വെച്ചാൽ അടേ വെന്തുള്ളൂ. അത് നമുക്ക് നമ്മളെ പണിയെടുക്കുകയും ചെയ്യാം. വെന്തുല്ലേ. മറ്റേ പച്ചമഞ്ഞൾ ഇങ്ങനെ കുത്തിയാൽ വേഗം കയറുള്ളൂ. അത് വെന്തുകൊണ്ടാണ് ഇങ്ങനെ കുത്തിയാൽ കയറുന്നത് വേഗം. ഇപ്പം മഞ്ഞൾ വെന്തിട്ടുണ്ടേ. ഇത് വെള്ളം ഊറ്റണമേ. ഇത് വെള്ളം ഊറ്റിയിട്ട് വെയിലത്തിടാനായില്ലേ. ഇത് വെയിലത്തുകൊണ്ടിടാം. നമുക്ക് മറ്റേത് അടുപ്പത്ത് വെക്കാം. കൂട്ടുണ്ടെങ്കിൽ കൂട്ടിലേക്ക് ഇട്ടാൽ തീരുന്നത്. അങ്ങനത്തെ കൂട്ടിയില്ലല്ലോ നമുക്ക്. ഇത്രയും വലിയ കാലത്ത് നിന്ന് വെള്ളം ഊറ്റാനാവുക. കുറച്ച് നമുക്ക് കോരി ഇടാനാവുക. അരിപ്പക്കയിലുണ്ട്. അരിപ്പക്കയിലുകൊണ്ട് കോരാനാവില്ല. ഇപ്പം മഞ്ഞളല്ലേ, കോരിയൊക്കെ കിട്ടൂല. പിന്നെ കുറച്ച് ഊറ്റിയിട്ട് നമുക്ക് തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങ് കമിക്കാം. ബാക്കി വെള്ളം പോയിക്കോട്ട്. കാല് നോക്കണേ. നല്ല സർബത്തെല്ലാം പോയി. മതിയല്ലേ. അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടാകുമ്പോൾ ഒരു കൂട്ടയിലേക്ക് ഇടാം നമുക്ക്. എന്നിട്ട് ബാക്കിയുള്ള കൂടെ അടുപ്പത്ത് വെക്കാം. ഇത് അടിയിലിടാം നമുക്ക്. ഇത് വിത്തിനെടുത്ത് വെച്ചോ.
എത്ര വിത്തിനെ ഞാൻ എടുത്ത് വെച്ചാലും പിന്നും പൂങ്ങുമ്പോൾ എനിക്ക് ഒരു മനസ്സമാനം ഉണ്ടാവില്ല. പിന്നെ ഒരു 2 എടുത്ത് വെക്കും, പിന്നെ ഒരു 2 എടുത്ത് വെക്കും. നടാൻ കഴിഞ്ഞില്ലെങ്കിലും വെച്ചിട്ട് കുറച്ചെടുത്ത് വെച്ചു. എന്നാലും ഞാൻ പൂങ്ങും. പിന്നെ അത് പൂങ്ങി പിന്നെ നമുക്ക് കിട്ടൂലല്ലോ. പിന്നെ ഈ 2 3 പിന്നെ ഇങ്ങനെ എടുത്തു പോകും. തേഞ്ഞിട്ടില്ല പോകുമ്പോൾ തയ്യില്ല നേരം വിചാരിച്ചിട്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് പുഴുങ്ങണം. അപ്പോൾ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. പുഴുങ്ങുന്നതിന് മുന്നേ മഞ്ഞൾ തുണീൻ്റെ കളറ് മാറി. അതിന് പൊത്തിയിട്ടാവും മഞ്ഞ തുണിയായി. വെള്ളം ഊറ്റിയിട്ട് ചേരിയെല്ലാം മഞ്ഞ കളറായാ. വിമാനം പോകാം. കുറച്ചായ സ്ഥലത്തിന് ആദ്യം പോകാൻ കഴിയില്ല. പിന്നെ പരമാവധി പിടിച്ചിക്കാം. വെള്ളം മുങ്ങാൻ മാത്രം ഒഴിക്കണ്ടമ്മ. അപ്പോൾ നമ്മളെ മഞ്ഞൾ ഇതാ 2ാമത്തെ സെറ്റും അടുപ്പത്ത് ആക്കിയിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ അമ്മ രാവിലെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അത് വാങ്ങിയാട് 2ാമത്തെ സെറ്റും കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മറ്റേത് പുഴുങ്ങിയത് അവിടെ തൽക്കാലം വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ. കുറച്ച് കഴിയുമ്പോൾ അത് വെയിലത്ത് മുകളിൽ കൊണ്ടുപോയിട്ട് ഇടണം. അപ്പോൾ അമ്മ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഞാൻ ഇതുവരെ കണ്ടിട്ടാണ് ഈ സാധനം, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മയുടെ പേര് പറഞ്ഞ് കതുവാ കതുന്ന് അവര് പറയുന്നത്. ഇതാണ് കുരു, കുറ്റിച്ചെരങ്ങേന്റെ കുരുവായിട്ടുള്ള കുരു വന്നത്. അതാണ് അതേ മോഡല്. പക്ഷെ അത് കുറച്ച് നീളത്തിൽ പിടിക്കും. ഇത് മത്തന്റെ പോലെ ഉണ്ട പോലെ. ഇതിന്റെ പുറമേ കാണുമ്പോൾ ശരിക്കും മത്തന്റെ അതേപോലെ ഉണ്ട്. മത്തന്റെയും ബത്തക്കേന്റെ ഒരു പുറം പോലെ ഉണ്ട് കാണുമ്പോ. നല്ല ഷേപ്പിലാണ്. അമ്മ പോയെടുത്ത് അവിടെ നട്ടിട്ടുണ്ടായതാണ് കേട്ടാ. 2 പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഒന്നവിടെ ഉണ്ട്, അമ്മ അവിടെ എന്തല്ലോ പച്ചക്കറിയെല്ലാം ആക്കിയിട്ടുണ്ട്. തക്കാളി അല്ലേ, തക്കാളി, പച്ചമുളക്, പിന്നെ കാപ്സിക്കോ, കൈപ്പക്ക, പച്ചമുളക്, പടവളങ്ങ അതുണ്ട്. അങ്ങനെ ഇപ്പം ഓരോന്ന് പിടിക്കുന്ന അത്രേ. അപ്പോൾ നമ്മളെ മുണ്ടിയക്കാല് കുരു ശരിക്കും നമ്മളെ ചെരങ്ങേന്റെ അതേ കുരു അല്ലേ ഉള്ളിൽ. ചെരങ്ങേന്റെ നമ്മൾ പയ്യന്നൂർ പോയിട്ട് അന്ന് ചെരങ്ങേന്റെ കുരു മേടിച്ചിട്ടേ എൻ്റെ നട്ടിട്ടിടം മുളച്ചിട്ടൊന്നുമില്ല. അതിന്റെ കുരു ഇതേപോലെ തന്നെ.
പല്ല് പോലെ പല്ല് പോലെ. അപ്പോൾ നമ്മളെ മുണ്ടക്കാൽ തേൻ കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം തീരുമ്പോഴത്തേന് എനിക്ക് ചുമ ജലദോഷം ഒച്ചയെല്ലാം പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് പറയുമ്പോൾ ഇടക്കിടക്കെ ചുമച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേനെ മാത്രമായിട്ട് കാണിച്ച്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു ഓലം വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ പുളിശ്ശേരി വെക്കും, പിന്നെ ഓലം വെക്കും, പിന്നെ വറവ് പോലെ വെക്കും. നമ്മൾ കുമ്പളങ്ങെല്ലാം വറവ് വെക്കുന്നില്ല, അതേപോലെ വെക്കാം. അപ്പോൾ നമുക്കിത് പച്ചടി വെക്കാം, മോരൊഴിച്ചിട്ട് നമുക്കിന്നൊരു ഓലം വെക്കാം അല്ലേ? നമുക്കിന്ന് ഓലം വെക്കാന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിലെ വണ്ടിയിൽ പോകുമ്പോൾ മീൻ മേടിച്ചിട്ടുണ്ട് നങ്ക്, അത് എന്നാക്കും നമ്മൾ വെറ്റിക്കാം. അപ്പോൾ അത് രണ്ടും ഇതാക്കാൻ അത്രയും സമയമില്ലൂ. ഇപ്പോൾ കാരപ്പത്തിൻ്റെ ഓർഡർ അതെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് അമ്മ. ഇനിയിപ്പോൾ പത്തലാക്കാനുണ്ട്. അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിന് നമുക്കിന്ന് ഒപ്പിക്കാമല്ലേ. അപ്പം നമ്മളെ തട്ടിക്കൂട്ട് ചോറും കറിയെല്ലാം ആയിട്ടുണ്ട്. ഓലനുമായി മീൻ വറ്റിച്ചതുമായി. അപ്പോൾ ഇതാ നമ്മളെ പത്തലിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പത്തലിൻ്റെ റെസിപ്പി ഓൾറെഡി കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാം കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചോറ് കഴിക്കാമല്ലേ? ചോറ് കഴിച്ചിട്ടാകുമ്പോൾ പിന്നെ ചൂടാൻ തുടങ്ങാം. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തണിഞ്ഞിട്ട്. അത് പുഴുക്കലരി അരച്ചതാണ് കേട്ടോ, ഒഴിക്കുന്നത് തിളച്ച വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചത്. പുഴുക്കലരി ഇതുപോലെ അരച്ച് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണ അധികം കുടിക്കുകയൊന്നുമില്ല പൂണ്ടരി ഇട്ടുകൊണ്ട്. ആദ്യമെല്ലാം നമ്മൾ വെറും പുട്ടുപൊടിയും പിന്നെ നീരുപൊടി രണ്ടും കൂടി ആക്കിയിട്ടാണ് ആക്കല്. അപ്പം നമുക്ക് ആരോ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴുക്കലരി ഇതുപോലെ അരച്ച് ചേർത്താലും മതി, അല്ലെങ്കിൽ പൊടിച്ച് വെച്ചിട്ട് കൂട്ടിയാലും നല്ല ഉണ്ടാവും. അപ്പം നമ്മൾ അരച്ച് ചേർക്കലുണ്ട് കുറച്ച്. ബാക്കിയുള്ള പൊടിയെല്ലാം പുഴുക്കലരി ആയിരിക്കൂലേ? നൈസ് പൊടി പച്ചരി അല്ലേ? ആയിരിക്കും. നൈസ് പൊടി പറഞ്ഞാൽ മറ്റേ നമ്മൾ നൂൽപുട്ടും പിന്നെ നൂൽപുട്ട് പിന്നെന്താണ് ഇലയുടെ നൈസ് ആ പൊടിയാണ്. മീൻ വറ്റിച്ചത്. അപ്പം നമുക്ക് കഞ്ഞിയൊഴുക്കലായി മീൻ വറ്റിച്ചത്, കതു ഓലൻ. രസം ഉണ്ടാവാ? നമ്മൾ വെള്ളരിക്കറിയെല്ലാം കൂട്ടുമ്പോൾ അതെയാ? വളരെ ഓലൻ വെച്ചാലുണ്ടാവില്ലേ, അതന്നെ ടേസ്റ്റ്. നിങ്ങൾക്കാണ് കറിയും മതിയല്ലേ ചോറിക്കാൻ? തേങ്ങ അരക്കാൻ വേണ്ടിയിട്ടാലേ നമുക്ക് പണിയാവുന്നതെല്ലാം എളുപ്പമുള്ള പണിയാണ്. അങ്ങനെ സമയം ഇപ്പൊ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സെറ്റും മഞ്ഞള് പുഴുങ്ങിയിട്ട് അവിടെ വെള്ളൂറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഉണ്ണിയപ്പം ചുട്ടു, അതിൻ്റെ ഇടയ്ക്ക് ചോറും കറിയാക്കി. വൈകുന്നേരം ഒരു 3 മണി ആകുമ്പത്തേനും പത്തല് ചുട്ടിട്ട് കൊടുത്തു. വന്ന് ചായയെല്ലാം കുടിച്ച് പിന്നെ രണ്ടാമത്തെ സെറ്റ് മഞ്ഞളെല്ലാം അമ്മ ആദ്യം അത് വെള്ളം ഊറ്റി വെച്ച് ഇനി അത്
ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ വാർപ്പിൻ്റെ മീത കൊണ്ടിടാം അല്ലേ? അല്ല മറ്റേ അതിൽ വലിയ കണ്ടലുമില്ലേ അതെല്ലാം രാത്രി മുറിച്ചിടണം. രാവിലെ എല്ലാം ഇപ്പം വാർപ്പിനെ വരെല്ലാം അടിച്ച് വൃത്തിയാക്കണം. രാവിലെ കൊണ്ടുപോയിട്ടെല്ലാം വെയിലത്തിടണം. അപ്പം ഇന്ന് ഓർഡറിലെ ദിവസം മഞ്ഞൾ പുഴുങ്ങുന്ന ഒരു ദിവസം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടാ ഇന്നത്തെ വീഡിയോ ഉണ്ടായിനി. അപ്പോൾ പിന്നെ വേറെ എന്താണ് അപ്പൊ ലോകൂട്ടന് ചെറിയൊരു വയറുവേദനയെല്ലാം ആയിട്ടുണ്ടായിനി. വയറുവേദനയല്ല, നമ്മ വേറെ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാണിക്കാൻ പോയിട്ടുണ്ടായിനി. അപ്പോൾ അച്ഛനെ പാലക്കാടാണ് കാണിക്കുന്നത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ഇവനെയും കൂടി ജസ്റ്റ് ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടുന്ന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ വയറുവേദന അങ്ങനെ ഉണ്ടാവലുണ്ട്. ഭക്ഷണം പുറത്തു പോകണം. അതെ, ചെറുതിലേ അങ്ങനെ രാവിലെ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ബാത്റൂമിൽ പോകണം, ഉച്ചക്ക് ചോറ് കഴിച്ചാൽ അങ്ങനെ പോകണം. അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്ത് പറഞ്ഞു അത് ഒരു പ്രായം കഴിയുമ്പം ശരിയായി വരുന്നാ പറഞ്ഞിന്. ഏതായാലും പോയ സ്ഥിതിക്ക് അതും കൂടി കാണിച്ചു. വയറ് എനിക്ക് സ്കാൻ ചെയ്യുമ്പോഴത്തേനും അപ്പൻഡൈറ്റിക്സിൻ്റെ ചെറിയ ഇതുണ്ട്, ഓപ്പറേഷൻ വേണമെന്നാന്ന് പറഞ്ഞിട്ടില്ലേ. 10 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിങ്കളാഴ്ച ഇപ്പം 16-ാം തീയതി നമ്മൾ പോയിട്ടുണ്ടായിന് പുലച്ചക്ക്. അപ്പോൾ രാവിലെ അവിടെ എത്തി, 1 മണിക്കത്തെ ട്രെയിനിന് പോയി. രാവിലെ അവിടെ എത്തി ഡോക്ടറെ കാണിച്ച് ടെസ്റ്റെല്ലാം ചെയ്ത് രാത്രി വൈകുന്നേരം ഒരു 6:30 ട്രെയിനിന് തിരിച്ച് വന്നു. പിന്നെ കണ്ണൂരേക്കാണ് ട്രെയിൻ ഉണ്ടായിന്, ഡയറക്റ്റ് പയ്യന്നൂരേക്ക് ഉണ്ടായിട്ടാണ്. അപ്പോൾ ഉച്ച 2 മണിയെല്ലാം ആയിന് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ 2 ദിവസം ലീവായി. ഇന്നാണ് ബുധനാഴ്ചയാണ് സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് പോയോണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ വയറുവേദന പറയും. ഇവൻ ഭയങ്കര പുളീൻ്റെ എല്ലാം ഭയങ്കര ഇഷ്യൂലാന്ന്. മറ്റേ മോരും വെള്ളമായി കുടിക്കൽ, അതുപോലെ ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ പച്ച മാങ്ങനും മുളകെല്ലാം തിന്നൽ, അതെല്ലാം ആയിട്ട് ഞാൻ വിചാരിച്ചു പുളിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം തിന്നിട്ടായിരിക്കും ചിലപ്പോൾ വയറുവേദന അറിയുന്നത് ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ പോയി വേറെ പോയി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അസുഖം കൂടി ഉണ്ടെന്ന് മനസ്സിലായിന്. പിന്നെ ഇപ്പം 10 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു. ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിന് ഗുളികയിൽ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. പക്ഷേ ഇല്ല, ഓപ്പറേഷൻ ചെയ്തിട്ട് തന്നെ കളയേണ്ടിയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഇന്നിപ്പോൾ. ഓക്കെ സാർ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം എങ്ങനെയാന്ന് എല്ലാം നിങ്ങളോട് പറയുന്നുണ്ട്, അങ്ങനെ വീഡിയോയിൽ പറഞ്ഞേ ഇല്ലൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.